ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവിനാൽ, ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കിങ്ങനെ ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ കർത്താവ് തന്ന ഈ വലിയൊരു അവകാശത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങളിൽ ഒത്തിരി പേരും ഉപവാസത്തോടും പ്രാർത്ഥനയോടൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും ആവശ്യപ്പെടുകയാണ്, ഞങ്ങളോട് കൂടെ ചേർന്ന് നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ മുഖം നമുക്ക് അന്വേഷിക്കാം. അവങ്കിൽ നിന്ന് കൽപ്പന പുറപ്പെടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. അവൻ്റെ മുഖം അന്വേഷിച്ച് അവൻ്റെ വായിൽ നിന്ന് വരുന്ന ആ ശബ്ദത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാതോർത്തിരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞാൻ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ആ സ്പെഷ്യൽ ക്ലാസ് നടക്കുന്നത് രാവിലെ 11 മണി മുതൽ 12 മണി വരെ, ഉച്ചയ്ക്ക് 12 മണി വരെയുള്ളൊരു സമയത്താണ്. 1 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ക്ലാസ്. അത് നടക്കുന്നത് നമ്മുടെ ഈ ചാനലിലല്ല, ഷെമ ഡാമിയൻ ഒഫീഷ്യൽ എന്ന പേരിൽ ഒരു സ്പെഷ്യൽ ചാനലുണ്ട്. ആ ചാനലിൽ എല്ലാ ദിവസവും ലൈവായിട്ട് ഈ പ്രോഗ്രാമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ മിസ് ചെയ്തെങ്കിലും ഒരു കുഴപ്പമില്ല, അതവിടെ ഉണ്ട്. നിങ്ങൾക്ക് പോയി അത് വാച്ച് ചെയ്യാം, എഴുതിയെടുക്കാം, പഠിക്കാം. ഈ ആഴ്ചയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രാപിക്കാൻ നിങ്ങളെ ഓരോ സഹോദരിമാരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തുടർന്ന് ഇന്നത്തെ സ്പോൺസർ എന്ന് പറയുന്നത് ഗുജറാത്തിൽ നിന്ന് ഒരു കോ സ്പോൺസറുണ്ട്, സുനിത സുരേഷ് ആണ്. താങ്ക് യു സിസ്റ്റർ സുനിത. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരൻ്റെ മകൻ്റെ വിവാഹം അനുഗ്രഹപ്രദമായി നടന്നല്ലോ അപ്പാ, അങ്ങേക്ക് നന്ദി പറയുന്നു. മരുമകന് രോഗസൗഖ്യം ലഭിക്കുവാൻ, തനിക്ക് ജോലി ലഭിക്കുവാൻ, മകൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ശരിയാകുവാൻ, ഇളയ മകൾക്ക് ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് കടക്കാൻ പോകുന്ന. വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് ശ്രവിക്കാം. Welcome back to Morning Glory Podcast. ഈ ദിവസങ്ങളിൽ The Lord is my shepherd, I shall not want. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. എനിക്കൊന്ന് ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലും ഈ സീരീസിലൂടെ നമ്മൾ പോകുമ്പോൾ 1000 പ്രാവശ്യം നമ്മളിത് ഏറ്റുപറയും. ജീവിതത്തിൽ മറക്കാനാവാത്ത രീതിയിൽ ഇത് നമ്മുടെ അകത്ത് എൻഗ്രേഡ് ആകട്ടെ, എസ്റ്റാബ്ലിഷ്ഡ് ആവട്ടെ. കർത്താവെ, ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളെ ഏവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊത്തിരി പേരിലേക്ക് സ്പ്രെഡ് ആവട്ടെ. ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട്, മുകളിൽ നിന്ന് നോക്കുന്ന, പരിപാലിക്കുന്ന, ആവശ്യത്തിന് സാധനങ്ങൾ, ആവശ്യങ്ങൾ നടത്തിത്തരുന്ന ഒരാൾ ഞങ്ങൾക്കുണ്ടെന്നുള്ള ഉത്തമ ബോധ്യം ഏവർക്കും ഉണ്ടാകട്ടെ എന്നങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. താങ്ക് യു ലോർഡ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഓൾറൈറ്റ്, ഇന്ന് അടുത്ത വചനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 2-ാം വചനം. നമ്മൾ ഇതുവരെ 1-ാം വചനത്തിൽ നിൽക്കുമായിരുന്നു. സെക്കൻഡ് ഇതിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ പറയുന്നതാണ്, ഹി മേക്സ് മീ ലൈ ഡൗൺ ഇൻ ഗ്രീൻ പാസ്റ്റേഴ്സ്, ഹി ലീഡ്സ് മീ ബിസൈഡ് ക്വയറ്റ് വാട്ടേഴ്സ്. അവിടെ അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു. ഹി ലീഡ്സ് മീ ബിസൈഡ് ക്വയറ്റ് വാട്ടേഴ്സ്. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു. അപ്പോൾ കിടത്തുന്നു, നടത്തുന്നു. അപ്പോൾ കോണ്ടെക്സ്റ്റ് എല്ലാവർക്കും അറിയില്ല, പശ്ചാത്തലം അറിയാം. ദാവീദ് ആടുകളുമായിട്ട് പോകുന്നു. അതിൽ ഒന്ന് മുകളിൽ നിന്ന് നോക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഇങ്ങനെ പിടിക്കുക. ജഹോവ റാഹ, അല്ലെങ്കിൽ കർത്താവ് എൻ്റെ മേൽനോട്ടം വഹിക്കുന്നു. അവൻ എൻ്റെ മുകളിൽ നിന്നുകൊണ്ട് എൻ്റെ ജീവിതം വീക്ഷിച്ച്, പിന്നെ കർത്താവ് മുകളിൽ നിന്ന് പറയുമ്പോൾ അല്പം അധികം മുകളിൽ, 3-ാം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊച്ച് ബോൾ പോലെ ഭൂമിയാണ്. ആ ഭൂമിയിൽ ഉറുമ്പിനേക്കാളും ചെറുതാണ് ഞാൻ. എന്നെ അവിടെ നിന്ന് അത്രയും ഉയരത്തിൽ നിന്ന് കർത്താവിനെ കാണാൻ കഴിയും. ഓൾറൈറ്റ്. സോ കർത്താവ് ആവശ്യങ്ങളെല്ലാം നടത്തി തരുന്നു, മുകളിൽ നിന്ന് നോക്കുന്നു. അപ്പോൾ തന്നെ ബിസൈഡ് ക്വയറ്റ് വാട്ടേഴ്സ്,
അവൻ എന്നെ ശാന്തതയുള്ള ട്രാങ്കിൾ വാട്ടേഴ്സ്, അല്ലേ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയിലേക്ക് അവൻ എന്നെ നടത്തുന്നു. അപ്പോൾ ഹി മേക്സ് മീ ലൈ ഡൗൺ ഇൻ ഗ്രീൻ പാസ്റ്റേഴ്സ്, മീനിങ് ഹീസ് മൈ ഫീഡർ. ഹീസ് മൈ ഫീഡർ. എന്നെ പോറ്റുന്നവൻ. പറഞ്ഞേ, എന്നെ പോറ്റുന്നവൻ, എന്നെ പുലർത്തുന്നവൻ, എന്നെ പോറ്റുന്നവൻ, എന്നെ പുലർത്തുന്നവൻ. പറ, അനേക പ്രാവശ്യം പറ. ഒറ്റയ്ക്കിരിക്കുവാണെങ്കിലും ബസ്സിൽ യാത്ര, ചിലരൊക്കെ ഈ പോഡ്കാസ്റ്റ് ട്രെയിനിലിരുന്നുകൊണ്ടായിരിക്കും കേൾക്കുന്നത്, അല്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടായിരിക്കും. പക്ഷെ നോ പ്രോബ്ലം, അവരവർക്ക് കേൾക്കാവുന്നത് പോലെ അങ്ങ് പറഞ്ഞു. ദ ലോർഡ് ഈസ് മൈ ഫീഡർ. പറ, ദ ലോർഡ് ഈസ് മൈ ഫീഡർ. കർത്താവ് എന്നെ തീറ്റിപ്പോറ്റുന്നവനാണ്. നമുക്കറിയാം, ഈ നമ്മുടെ ഓരോരുത്തരും അമ്മമാരാണ് നമ്മുടെ ആദ്യത്തെ ഫീഡിങ് നടത്തിയത്. ബ്രസ്റ്റ് ഫീഡിങ്ങിൽ തുടങ്ങി, പിന്നെ ചിലപ്പോൾ ബോട്ടിൽ ഫീഡിങ് ആയിരിക്കാം, പിന്നെ സ്പൂണിലായിരിക്കാം, പിന്നെ ചിലപ്പോൾ ഭക്ഷണമൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് വായിൽ വെച്ചായിരിക്കാം, പിന്നെ തന്നെത്താൻ തിന്നാൻ പഠിച്ചു, അങ്ങനെ അങ്ങോട്ട് പോയി. പക്ഷേ ഇപ്പോൾ ദ ലോർഡ് ഈസ് മൈ ഫീഡർ എന്നുള്ളത് എത്ര പേർക്കറിയാം? കർത്താവാണ് എന്നെ പോറ്റുന്നവൻ. ഹി ലീഡ്സ് മീ ടു ക്വയറ്റ് വാട്ടേഴ്സ്. അവൻ എന്നെ എന്ത് ചെയ്യുന്നു? ശാന്തതയുള്ള വെള്ളത്തിനരിയിലേക്ക് അവൻ എന്നെ നടത്തുന്നു. ഹീസ് ദ റെസ്റ്റ് ഗിവർ. ഹീസ് ദ റെസ്റ്റ് ഗിവർ. അവൻ എനിക്ക് വിശ്രമവും നൽകുന്നു. ഓക്കെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ഇതാണ്. ദ ഷീപ്പ് നേച്ചർ പഠിക്കണം. ഇപ്പോൾ സുവോളജി പഠിക്കാതെ തന്നെ ഒത്തിരി ശാഖകളും ഉപശാഖകളൊക്കെ കാണും. പല സ്പീഷീസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന, അല്ലേ, ആനിമൽ സ്പീഷീസിനെ കുറിച്ച് പഠിക്കുന്ന ശാഖകളൊക്കെ ഉണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ദ ഷീപ്പ് നേച്ചർ, ആടുകളുടെ പ്രകൃതം നന്നായി വീക്ഷിച്ച് മനസ്സിലാക്കിയാൽ അതിൽ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, ഈ ആടുകളെന്ന് പറയുന്നത് ദേ ആർ നോട്ട് വെരി ഇൻ്റലിജൻറ്റ് ആനിമൽസ്. ബുദ്ധിയില്ല, ആടുകൾക്ക് ബുദ്ധിയില്ല. എന്നാൽ ബുദ്ധിയുള്ള പല മൃഗങ്ങളുണ്ട്, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പല മൃഗങ്ങളുണ്ട്, അല്ലേ, വളരെ ബുദ്ധിയോടുകൂടി, കൂർമ്മ ബുദ്ധിയോടുകൂടി ആക്ട് ചെയ്യുന്ന. ഇപ്പം ലയൺ, അല്ലെങ്കിൽ ചീറ്റ, അല്ലെങ്കിൽ ഹോഴ്സ്, ഇതൊക്കെ ഇൻ്റലിജൻസ് ഉള്ള, ഇത് വെച്ച് കമ്പാരിറ്റീവ്ലി ഇതിനേക്കാൾ, ആടുകളേക്കാൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മൃഗങ്ങളാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ആക്രമണമുണ്ടായാൽ തിരിച്ച് ചെറുത്തു നിൽക്കാനും, അങ്ങോട്ട് ആക്രമിക്കാനും, ഇരകൾ പിടിക്കാനും ഒക്കെ കഴിവുള്ള മൃഗങ്ങളാണ്. എന്നാൽ ഷീപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഷീപ്പിന് പൊതുവേ ബുദ്ധിയില്ല. ദേ ആർ വൾനറബിൾ, ദേ ടയർസ് ഈസിലി. പെട്ടെന്ന് ക്ഷീണിക്കുന്ന ഒരു മൃഗമാണ് ആട്. കുതിരകളെ പോലെ ഒത്തിരി മൈലുകൾ, അല്ലെങ്കിൽ ഒട്ടകത്തെ പോലെയൊക്കെ ഇങ്ങനെ ഭയങ്കരമായി സഞ്ചരിച്ച് ടയർലെസ്സായി അങ്ങനെയുള്ള ഒന്നും, അതിനുള്ള കപ്പാസിറ്റി ഒന്നും ആടുകൾക്കില്ല. കുറച്ച് ദൂരം ചെല്ലുമ്പോൾ തന്നെ ആടുകൾ തളരാൻ തുടങ്ങും, കിതയ്ക്കാൻ തുടങ്ങും. ആടുകൾക്ക് അതിനുള്ള സ്റ്റാമിനയൊന്നുമില്ല. മറ്റൊന്ന്, ഡിഫെൻസ്ലെസ്സാണ്. ഒരാടിനെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ കുറേ ഓടുമെങ്കിലും കുറേ കഴിയുമ്പോൾ തളർന്ന് എവിടെയെങ്കിലുമൊക്കെ പിടച്ച് വീണ് അതിൻ്റെ പിടിയിലായി പോകും. അപ്പോൾ ഡിഫെൻസ്ലെസ് അല്ല. നോട്ട് എ ഫാസ്റ്റ് റണ്ണർ. വളരെ വേഗത്തിൽ മാനിനെ പോലെയോ, അല്ലെങ്കിൽ സിംഹത്തെ പോലെയോ, ചീറ്റയെ പോലെയോ, പാന്തേഴ്സിനെ പോലെയോ ഒന്നും വേഗത്തിൽ ഓടാനുള്ള കഴിവില്ല. മുയലുകളൊക്കെ വേണമെങ്കിൽ പാഞ്ഞോടും, പക്ഷേ ആടുകൾക്ക് ഫാസ്റ്റായിട്ട് ഓടാൻ സാധ്യമല്ല. ദെൻ ഷീപ്പ് കനോട്ട് ഹാൻഡിൽ സ്ട്രെസ് എടുക്കാൻ പറ്റാത്ത, ഒത്തിരി സ്ട്രെസ് എടുക്കാൻ പറ്റാത്ത ഒരു മൃഗമാണ്. അടുത്തത്, ഈസിലി കോട്ടപ്പ് ഇൻ തോൺസ്. പെട്ടെന്ന് മുൾച്ചെടികൾ, തിസിൽസും തോൺസും ഒക്കെയുള്ള, കുറ്റിച്ചെടികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പെട്ടെന്ന് കുരുങ്ങിപ്പോവും. പെട്ടെന്ന് പല കുരുക്കുകളിൽ ചെന്ന് പെടുന്ന ഒരു സ്വഭാവം ആടുകൾക്കുണ്ട്. നമ്മുടെ കാര്യം എടുക്കുക, ഇത് തന്നെയല്ലേ മനുഷ്യൻ്റെ അവസ്ഥ? ഇൻ്റലിജൻ്റ് എന്ന് പറയുന്ന ആളുകൾ തുലവും വളരെ കുറവല്ലേ മനുഷ്യർക്ക്? ഇന്നും പലവിധ പണത്തിൻ്റെ തട്ടിപ്പുകൾ, വിവിധ രീതിയിൽ ഇതിലൊക്കെ അഭ്യസ്ത വിദ്യർ പോലും വീണുപോകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വന്ന കോടികളുടെ വെട്ടിപ്പിൽ പെട്ടിരിക്കുന്നത് വിദ്യാഭ്യാസമുള്ളവരുമുണ്ട്, കാശുള്ളവരുണ്ട്. ഇവരെല്ലാം തട്ടിപ്പിലും വെട്ടിപ്പിലും പെട്ടുപോവുകയാണ്.
വേഗത്തിലാണ് കുരുങ്ങിപ്പോകുന്നത്. പല കുരുക്കുകളിൽ, കടക്കണികളിൽ, അനാവശ്യമായ ബന്ധങ്ങളിലൊക്കെ കുരുങ്ങിപ്പോകും മനുഷ്യർ. ഹലോ ഹലോ ഹലോ, ഇതാണ് മനുഷ്യർ. ആടുകളെ പോലെ തന്നെയാണ് ആളുകളും. ഓരോ ദിവസത്തെ ന്യൂസ് നമ്മൾ നോക്കുമ്പോൾ എത്രയോ പേരാണ് അനാവശ്യമായി വല്ലാത്ത ജീവിതത്തിലേക്ക് കുരുങ്ങിപ്പോകുന്നത്, സാമ്പത്തികമായ വലിയ പ്രശ്നങ്ങളിൽ കുരുങ്ങിപ്പോകുന്നത്. കാശ് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, പലർക്കും മര്യാദയ്ക്ക് ജീവിക്കുവാണെങ്കിൽ ജീവിച്ചു പോകാനുള്ള വരുമാനം പലർക്കും ഉണ്ടെന്നുള്ളതാണ് സത്യം. GDP ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ആവറേജ് കഴിഞ്ഞു പോകാനുള്ള വരുമാനമൊക്കെ എല്ലാവർക്കും വരുന്നുണ്ട്. പക്ഷേ അതിനെ ബുദ്ധിപൂർവ്വം കൊണ്ടുപോകാൻ, അത് മാനേജ് ചെയ്യാൻ പലർക്കും പറ്റുന്നില്ല. അപ്പോഴായിരിക്കും ആരുടെയെങ്കിലും പ്രേരണയിൽ ആ ചിട്ടിയിൽ പോയി ചേർന്നു, അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിൽ പോയി ചേർന്നു. അവസാനം ജീവിക്കാനും പോയി, അതും പോയി, ഇതും ചിട്ടി പൊളിഞ്ഞു പോയി, അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അതും പോയി. അവസാനം വല്ലാത്തൊരു കടക്കണിയിൽ പെട്ടിട്ട് ഈ ആടുകൾ മുള്ളിനിടയിലൊക്കെ കുരുങ്ങി കിടന്ന് പറയുന്നത് പോലെ കിടക്കുന്നൊരു സ്വഭാവം മനുഷ്യർക്കുമുണ്ട്. എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് ജനങ്ങളെ എങ്ങനെയാണ് കണ്ടത്? ആടുകൾ, ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയവരും ചിതറിയവരുമായി കണ്ടു. ചിന്നുകയും ചിതറുകയും ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് ഏകായികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. ആ കുടുംബത്തിൽ യൂണിറ്റിൽ മര്യാദക്ക് ജീവിച്ചാൽ മതി. പക്ഷെ ചിതറുകയാണ്, കുടുംബങ്ങൾ ചിതറുകയാണ്, അടുത്ത് കഴിയേണ്ടവർ അകന്നു പോവുകയാണ്. ഇങ്ങനെ ഒരു വലിയ ഈ ഒരു നേച്ചർ, ആടുകളുടെ നേച്ചർ ആളുകൾക്കുണ്ട്. ഇതാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആടുകളെ വിളിക്കുന്നൊരു പേരുണ്ട്. ഞാൻ സാധാരണ ലീഡേഴ്സിൻ്റെ ക്ലാസ്സുകൾ, ശുശ്രൂഷകരുടെ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോഴൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇൻറ്റൻസീവ് കെയർ ആനിമൽ, ICA എന്നാണ് ആടുകളെ വിളിക്കുന്നത്. കാരണം ആടുകൾക്ക് ഇൻറ്റൻസീവ് കെയർ ആവശ്യമാണ്. എല്ലാ മൃഗങ്ങൾക്കും അത് ആവശ്യമില്ല. കുതിരകൾ ഇൻറ്റൻസീവ് കെയർ അല്ല, ലയൺസ് ഇൻറ്റൻസീവ് കെയർ ആനിമൽസ് അല്ല. അതുപോലെ പലതും നോക്കുമ്പോൾ വളരെ സൂക്ഷിച്ചിങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യം പല മൃഗങ്ങൾക്കുമില്ല. പക്ഷേ ആടുകൾ അതുപോലെയാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യരും. വളരെ കെയർ കൊടുത്തെങ്കിൽ മാത്രമേ. അതുകൊണ്ടാണ് ദൈവം സഭയിൽ 5 വിധ ശുശ്രൂഷകരെ നിയമിച്ചപ്പോൾ അതിലേറ്റവും ടോപ്പിൽ വരുന്നത് അപ്പോസിൽസാണ്. അതിൻ്റെ ശേഷം പ്രോഫറ്റ്സ് വരുന്നു, അതിനുശേഷം ഇവാഞ്ചലിസ്റ്റ് വരുന്നു, അതിനുശേഷം വരുന്നത് പാസ്റ്റേഴ്സ്, ദെൻ ടീച്ചേഴ്സ്. 4ാമത് വരുന്നത് പാസ്റ്റേഴ്സാണ്, അല്ലെങ്കിൽ ഇടയന്മാർ ആണ്. ഇടയന്മാർ. എന്തുകൊണ്ട് ദൈവം സഭയിൽ ഇടയന്മാരെ, പാസ്റ്റേഴ്സിനെ, ഷെപ്പേർഡ്സിനെ, പോയ്മെൻ, ബിഷപ്സ്, ഓവർസിയേഴ്സ്, പല പേരുകൾ പറയാറ്, എൽഡേഴ്സ്, ഇങ്ങനെ പല പേരുകൾ പറയാറുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിൻ്റെ ആടുകളെ, കർത്താവിൻ്റെ ആടുകളെ, അവൻ്റെ കുഞ്ഞാടുകളെയും തള്ളയാടുകളെയും എല്ലാ ആടുകളെയും മേയ്ക്കുക. അപ്പോൾ ഒത്തിരി സാമ്യം കാണുന്നില്ല മനുഷ്യരും ആടുകളുമായിട്ട്. നേച്ചറിൽ ഒത്തിരി സാമ്യമുണ്ട്. ഓൾറൈറ്റ്. അപ്പോൾ ഇവിടെ ഇടയന്മാർ എപ്പോഴും നയിച്ചുകൊണ്ട് പോകണം. ഇടയൻ ആദ്യം മുമ്പിൽ നടക്കുന്ന, ആടുകൾ പുറകേ പോകുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. ഇന്നും പല സ്ഥലങ്ങളിലും അതിൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ സെർച്ച് ചെയ്താൽ കാണാം. ഇടയൻ ഇങ്ങനെ പോവുകയും ഒത്തിരി ആടുകൾ അതിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്കും പച്ചയായ പുൽപ്പുറത്തേക്കൊക്കെ നയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പലസ്തീനിൽ, ഇസ്രായേലിൽ ഇടയന്മാർ ഒത്തിരി സെർച്ച് ചെയ്ത്, കാരണം ഒരു മരുഭൂമിയുടെ അന്തരീക്ഷമാണ് മൊത്തത്തിൽ ഇസ്രായേലിനുള്ളത് അന്ന് പ്രത്യേകിച്ച്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി സെർച്ച് ചെയ്ത് പോയാൽ മാത്രമേ ഗ്രീൻ പാസ്റ്റേഴ്സ് കണ്ടെത്താൻ കഴിയൂ. ആടുകൾക്ക് ഇത് കണ്ടെത്താൻ സാധ്യമല്ല. ആടുകൾക്ക് ഒന്നാമത് ദൂരക്കാഴ്ചയില്ല. ആടുകൾ എവിടെയെങ്കിലും പോയാൽ എവിടെയെങ്കിലും കുരുങ്ങി വീഴും, കാലിടറി വീഴും, കൈയും കാലും ഓടിക്കും. ഇതൊക്കെയാണ് ആടുകളുടെ പരിപാടി. എന്നാൽ ഇടയൻ്റെ ഡ്യൂട്ടിയാണ്, ഇടയൻ ആദ്യമേ പോയി സുരക്ഷിതമായി മറ്റിടയന്മാരുടെ കയ്യിലൊക്കെ ആടുകളെ ഏൽപ്പിച്ചിട്ട് ഒരിടയൻ മുന്നിലേക്ക് പോയി മൈലുകൾ സഞ്ചരിച്ചായിരിക്കും ഒരുപക്ഷെ അടുത്ത മേച്ചിൽപ്പുറം കണ്ടെത്തുന്നത്. എല്ലായിടത്തും മേച്ചിൽപ്പുറങ്ങളില്ല.
അതുപോലെ എല്ലായിടത്തും വെള്ളമില്ല. അതുകൊണ്ട് അത് ആദ്യം കണ്ടെത്തിയ ശേഷം തിരിച്ചു വന്ന് അവയെ മേച്ചിലിലേക്ക് നയിച്ചു കൊണ്ടുപോകും. ഓൾറൈറ്റ്. ചില സമയങ്ങളിൽ വെള്ളത്തിനരികിലേക്ക് കൊണ്ടുപോയി അവിടെ കിടത്തും. കുടിക്കും, കിടക്കും, കുടിക്കും, കിടക്കും. കാരണം ഈ വെയിലത്ത്, ഈ ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ ഒത്തിരി ദാഹിച്ച് ഭയങ്കരമായി പരവേശപ്പെടുന്ന സമയത്തായിരിക്കും ഇടയൻ വന്നിട്ട് വെള്ളത്തിനരികിലേക്ക് കൊണ്ടുപോകും. ഒരാശ്വാസം എത്ര ഭയങ്കരമാണ്. 42-ാം സങ്കീർത്തനം, 63-ാം സങ്കീർത്തനത്തിൻ്റെ ഒക്കെ ആദ്യ വചനങ്ങൾ വായിച്ച് നോക്കണം. മാൻനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ നിന്നോട് ചേരുവാൻ എൻ്റെ ഉള്ളം കാക്ഷിക്കുന്നു. 63-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നു, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മാംസവും എൻ്റെ ഉള്ളവും നിനക്കായി ദാഹിക്കുന്നു, കാക്ഷിക്കുന്നു എന്നവിടെ പറയുന്നുണ്ട്. എല്ലാവരും ഉറക്കെന്ന് പറഞ്ഞ്, കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പറഞ്ഞേ, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഒരു പ്രാവശ്യം കൂടെ വെടിപൊട്ടുന്ന ഒച്ചയിൽ പറ, കർത്താവ് എൻ്റെ ഇടയനാകും, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അപ്പോൾ ആടുകളെ മേച്ചിൽപ്പുറം കണ്ടെത്തി ആടുകളെ തീറ്റുക എന്ന് പറയുന്നത് ഇടയന്മാരുടെ ജോലിയാണ്. കർത്താവ് പറഞ്ഞ്, ഞാൻ പോറ്റിക്കോളാം, ഞാൻ ഇടയനാണ്. പക്ഷെ അവൻ ചെയ്തിരിക്കുന്നത് മനുഷ്യരായ ഇടയന്മാരുടെ കീഴിൽ തൻ്റെ ജനത്തെ, തൻ്റെ ചോരയാൽ വിലയ്ക്ക് വാങ്ങിയ ജനത്തെ ആക്കി വെച്ചിരിക്കുക. പക്ഷേ ഇവിടെ ഒരു സീക്രട്ട് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് എപ്പോഴും ചെയ്യുന്നത്, ദൈവം എല്ലായ്പ്പോഴും ചെയ്യുന്നത്, ആടുകളെ വിലയ്ക്ക് വാങ്ങുന്നു, ഇടയന്മാരെ തിരഞ്ഞെടുക്കുന്നു. ഒന്ന് ടൈപ്പ് ചെയ്തേ, ഒന്ന് എഴുതി വെച്ചേ. ആടുകളെ അവൻ വിലയ്ക്ക് വാങ്ങുന്നു, ഇടയന്മാരെ തിരഞ്ഞെടുക്കുന്നു. ഇടയന്മാരെ വിലയ്ക്ക് വാങ്ങുകയല്ല, ഇടയന്മാരെ തിരഞ്ഞെടുക്കുന്നു, ആടുകളെ വിലയ്ക്ക് വാങ്ങുന്നു. തൻ്റെ 1 പത്രോസ് 1-ാം അധ്യായം 18-19 വായിക്കുന്ന സമയത്ത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലത്രേ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. എത്രയോ വചനങ്ങളുണ്ട്. സോ കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഓൾറൈറ്റ്, വിലയ്ക്ക് വാങ്ങി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? അപ്പോൾ തന്നെ കർത്താവ് ആടുകളെ വിലയ്ക്ക് വാങ്ങുകയും ഇടയന്മാരെ ചൂസ് ചെയ്ത് തിരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുക. എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ഇടയന്മാരെ അവരുടെ മേലെ ആക്കി വയ്ക്കും. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ ആക്കി വയ്ക്കപ്പെട്ട ഇടയന്മാരുടെ ജോലി, 1-2 വചനങ്ങൾ, 1 തിമോത്തിയോസ് 3:2 ഒന്ന് വായിച്ച് നോക്കി. 1 Timothy chapter 3 verse number 2. Now the overseer is to be above reproach, faithful to his wife, temperate, self-control, respectable, hospitable, able to teach. പറഞ്ഞിരിക്കുന്നത് able to teach. ഈ ഇടയന്മാർ എങ്ങനെയുള്ളവരായിരിക്കണം? അവിടെ ഓവർസിയർ എന്നുള്ള പേര് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. റഹ, മേലധ്യക്ഷന്മാർ, മേൽനോട്ടക്കാർ, ആടുകളുടെ മുകളിൽ അവരെ പരിപാലിക്കാനും മേൽനോട്ടം വഹിക്കാനുമായി ആക്കി വെക്കപ്പെട്ടിരിക്കുന്നവർ. അവർ നിരപവാദ്യന്മാരായിരിക്കണം, ഭാര്യമാരോട് വിശ്വസ്തരായിരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ ശേഷം പറയുകയാണ് ഏബിൾ ടു ടീച്ച്, ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കണം. അല്ലെങ്കിൽ ടീച്ച് ചെയ്യാൻ, ദൈവവചനം പഠിപ്പിക്കാൻ, ദൈവവചനം കൊടുക്കാൻ, ധാരാളം ദൈവവചനം അവരെ ഫീഡ് ചെയ്യണം. അപ്പോൾ ദൈവം ചെയ്തിരിക്കുന്നത്, തൻ്റെ പ്രതിപുരുഷന്മാരായി തൻ്റെ ജോലി ചെയ്യാൻ, തൻ്റെ ഫങ്ഷൻസ് നിറവേറ്റാൻ ഈ ഭൂമിയിൽ ജനങ്ങളെ ആക്കി വെച്ചിരിക്കുക. എനിക്കൊരു ബോധ്യമുണ്ട്, കർത്താവ് എന്നെ അങ്ങനെയാണ് ആക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യം. ആ വിളിയും തെരഞ്ഞെടുപ്പ് എൻ്റെ മേൽ കിടക്കുകയാണ്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ദൈവവചനം തൻ്റെ ജനത്തിനെ ഫീഡ് ചെയ്യുകയാണ്. ദ ലോർഡ് ഈസ് ദ ഫീഡർ ആൻഡ് ദിസ് ഈസ് ദ വേ ഹി ഡസ്. ഞാൻ മാത്രമല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇടയന്മാരെ ഈ ഭൂമി മുഴുവൻ ഭൂഖണ്ഡങ്ങളിൽ, രാജ്യങ്ങളിൽ കർത്താവാക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ കിട്ടിയ കുറേ പേർക്കാണ് ഞാൻ ഫീഡ് ചെയ്യുന്നത്. പക്ഷെ കർത്താവ് അനേകരെ അപ്പോയിൻ്റ് ചെയ്ത് ഗ്ലോബലി തൻ്റെ ആടുകൾക്ക് വേണ്ടത് പലരിലൂടെ കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 2 തിമോത്തിയോസ് 4-ാം അധ്യായം 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ, 2 Timothy chapter 4 verse number 1 to 4. In the presence and of Christ Jesus, who will judge the living and the dead, and in view of
his appearing and his kingdom, I give you this charge. Preach the word and be prepared in season and out of season. Correct, rebuke, and encourage with great patience and careful instruction. For the time will come when people will not put up with sound doctrine. Instead, to suit their own desires, they will gather around them a great number of teachers to say what their itching ears want to hear. They will turn their ears away from the truth and turn aside to myths. ആ ഭാഗം മലയാളത്തിൽ കൂടെ വായിക്കുന്നത് നല്ലതാണെന്ന് എനിക്കൊരു തോന്നൽ. 2 Timothy chapter 4. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്തുവാനുള്ള യേശു ക്രിസ്തുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയെ രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്കുക. ഇത് പൗലോസ് ഇടയ ശുശ്രൂഷ ചെയ്യുന്ന ഇതൊരു ഇടയലേഖനം കൂടിയാണല്ലോ. തിമോഥെയോസിനോട് പറയാം, നീ വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. എല്ലാ ശുശ്രൂഷകരോടുമുള്ള ദൈവത്തിൻ്റെ വചനമാണിത്. അപ്പോൾ ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയിലാണെങ്കിൽ സെൽ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ബ്ലെസ്സിങ് ഗ്രൂപ്പുകൾ എടുക്കുന്നവരുണ്ട്. ഓരോരോ സോണുകൾ, ഡിസ്ട്രിക്റ്റുകൾ, ബ്ലെസ്സിങ് സെൻ്ററുകളൊക്കെ മുകളിലാക്കി വയ്ക്കപ്പെട്ട ഇടയന്മാർ, ഇടയ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. അവരോട് എല്ലാമുള്ള, എന്നോടും ഒക്കെയുള്ള ദൂതാണ്, വചനം നന്നായിട്ട് പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പഥ്യോപദേശം പൊറുക്കാതെ, സൗണ്ട് ഡോക്ട്രിൻ വേണ്ടാത്തൊരു കാലം വരും. ഇപ്പോഴുണ്ട്. കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്ത ഉപദേശകന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. എന്ന് വെച്ചാൽ ദൈവവചനം പ്യുവറായി പഠിപ്പിക്കുന്നതിന് പകരം വേറെ പലതിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഉപദേഷ്ടാക്കന്മാർ ഈ ഭൂമിയിലുണ്ടാവും. കേൾക്കാൻ ഇഷ്ടമുള്ള ചിലത് മാത്രം കേൾപ്പിക്കുന്ന അങ്ങനെയുള്ളവരൊക്കെ എഴുന്നേറ്റ് വരും. പക്ഷെ നീ അങ്ങനെ ആയി പോകരുത്. പഥ്യോപദേശം അല്ലെങ്കിൽ നിർമ്മലമായ ദൈവത്തിൻ്റെ വചനം നിർമ്മലമായ രീതിയിൽ ജനങ്ങൾക്ക് നീ കൊടുക്കണം എന്നാണ് ഈ പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? ഫീഡ് ദ ഷീപ്പ്. God is the feeder, but he has appointed many other feeders to feed his flock. അല്ലേ? കർത്താവിൻ്റെ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കാൻ എല്ലാവർക്കും തീറ്റ കൊടുക്കുന്ന, എല്ലാവരെയും പോറ്റുന്നവൻ പലരെയും ആക്കി വെച്ചിരിക്കാൻ, തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കാൻ ഒരാൾ തൻ്റെ ദാസന്മാരാക്കി വെച്ചിട്ട് വിദേശയാത്രയ്ക്ക് പോയി. എന്നാൽ അയാൾ തക്ക സമയത്ത് കൊടുത്തില്ല. തിരിച്ചു വന്നപ്പോൾ അയാളെ പിടിച്ച് യജമാനൻ ശരിക്കും ഹാൻഡിൽ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിൽ ഇടയന്മാർ ആദ്യം പോയി നല്ല മേച്ചിൽപ്പുറങ്ങളും വെള്ളവും കണ്ടെത്തിയ ശേഷം അവിടേക്ക് തൻ്റെ ആട്ടിൻകൂട്ടത്തെ നയിക്കും. കർത്താവും ഇത് തന്നെ പറയുന്നത്. കർത്താവ് ഇങ്ങനെ പറയുന്നു, മത്തായി സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയൊക്കെ വായിക്കുമ്പോൾ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. നോക്കൂ, എന്നിട്ട് പറയും, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. സോ ഈ ഇടയൻ എല്ലാവരെയും നിന്ന് വിളിക്കുക, വാ വാ വാ, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം, സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയിലേക്ക് കൊണ്ടുപോകാം. ഏശയ്യാവിൻ്റെ പുസ്തകം 26, എനിക്ക് തോന്നുന്നു 3-ാമത്തെ വചനമാണെന്ന് തോന്നുന്നു. യു വിൽ കീപ്പ് ഇൻ പെർഫെക്റ്റ് പീസ് those whose minds are steadfast because they trust in you. ഇങ്ങനെയാണ് വായിക്കുന്നത്. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. കേട്ടോ, ആ ഒരു റെസ്റ്റ് ഗിവർ ആണ് കർത്താവ്. പൂർണ്ണ സമാധാനത്തിൽ കാക്കാൻ അവന് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 14:27 കൂടെ എഴുതി വയ്ക്കുക. ജീസസ് ഗിവ്സ് us peace beyond understanding. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അപ്പോൾ കർത്താവ് ആ സ്വസ്ഥതയും സമാധാനവും തരാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ചില നാളുകളായി, മാസങ്ങളായി, വർഷങ്ങളായി സ്വസ്ഥതയില്ലാത്ത ജീവിതത്തിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ അനുഭവം കൊണ്ട് തന്നെ പലർക്കും അസ്വസ്ഥതയും പ്രയാസങ്ങളൊക്കെ കാണും. ബട്ട്
ഡോണ്ട് വറി, ഈ ഇടയൻ സ്വസ്ഥതയും സമാധാനവും നൽകുന്നവനാണ്, മറക്കരുത്. കർത്താവെ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ആ സ്വസ്ഥതയും സമാധാനം ഈ നിമിഷം മുതൽ അനുഭവിക്കാൻ തുടങ്ങട്ടെ. സ്വസ്ഥത ഉണ്ടാകട്ടെ, ഷാലോം. സ്വസ്ഥത ഉണ്ടാകട്ടെ, ഷാലോം. സ്വസ്ഥത ഉണ്ടാകട്ടെ, ഷാലോം. ഷാലോം, ഷാലോം. സ്വസ്ഥത ഉണ്ടാകട്ടെ. ഒരു കൈ നെഞ്ചിലും ഒരു കൈ ഈ തലയുടെ വശത്തും വയ്ക്കുക. എന്നിട്ട് പറ, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്തെ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. ആമേൻ. ഇടേൻ്റെ ജോലിയാണത്. കർത്താവെ, രോഗികളെ സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. ജോയിൻറ്റ് പെയിൻ സൗഖ്യമാകട്ടെ. ആമവാദം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പല ഭക്ഷണങ്ങളും ശരീരത്തിൽ വലിയ അലർജികൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ത്വക്ക് രോഗങ്ങൾ മാറിപ്പോട്ടെ. വലിയ വിടുതലും സമാധാനം ഉണ്ടാകട്ടെ. എന്താണ് ആവശ്യം? ഇപ്പോൾ പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഏതാവശ്യത്തിലും കർത്താവ് നിറഞ്ഞു വരുന്നതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളത്തേത് കാണാൻ മറക്കരുത്. ഈ പോഡ്കാസ്റ്റിൻ്റെ ലിങ്കുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.